السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله الذي بنعمته تتم الصالحات وبفضله تزول الملمات ونحمده ونستعينه ونستغفره ونتوب إليه. اللهم صل على عبدك ورسولك محمد النبي المختار وعلى آله وأصحابه الأبرار وعلى من اتبعهم بإحسان من المؤمنين الأخيار. أما بعد. ഇസ്ലാമിക വിജ്ഞാന ശാസ്ത്രങ്ങൾ ധാരാളം ശാഖകളും ഉപശാഖകളുമായി പരന്നു കിടക്കുകയാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു വിജ്ഞാന ശാഖയാണ് സീറത്തുൻ നബി. സീറത്തുൻ നബി എന്ന് പറഞ്ഞാൽ പ്രവാചക ചരിത്രം. സീറ എന്ന് ഭാഷാപരമായി അതിൻ്റെ അർത്ഥം ലുഗത്തൻ അത് ചരിത്രം, ചര്യ, മാർഗം, രൂപം, അവസ്ഥ, ഘടന എന്നൊക്കെയാണ് സീറ എന്ന വാക്കിൻ്റെ അർത്ഥം. പക്ഷേ സാങ്കേതികമായി സീറ എന്ന് പറഞ്ഞാൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവചരിത്രമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനം, അതല്ല ജനനത്തിൻ്റെ മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് മുൻ വേദഗ്രന്ഥങ്ങളിൽ പ്രതിപാദിച്ചിട്ടുള്ള വിഷയങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനം, അവിടുത്തെ ബാല്യം, അവിടുത്തെ കൗമാരം, യുവത്വം, തിരുനബിയുടെ വിവാഹം, തിരുനബിയുടെ കുടുംബജീവിതം, നബൂവത്ത്, ഹിജറ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടത്തിയിട്ടുള്ള യുദ്ധങ്ങൾ, അവിടുന്ന് സ്ഥാപിച്ചിട്ടുള്ള മദീന രാഷ്ട്രം, തിരുനബിയുടെ സമീപനങ്ങൾ, അവിടുത്തെ പ്രബോധനത്തിൻ്റെ രീതിശാസ്ത്രം, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മരണം, അവിടുത്തെ മരണാനന്തര കാര്യങ്ങൾ എല്ലാം ഈ സീറത്തുൻ നബി എന്ന വിജ്ഞാന ശാസ്ത്രത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. എന്നാൽ ഇതൊരു വിശാലമായി കിടക്കുന്ന ഒരു വിഷയമായതിനാൽ തന്നെ അതിൽ നിന്നുള്ള കുടുംബജീവിതം നബി മാതൃക എന്ന ഉപശീർഷകത്തിലാണ് രൂപീകരണം ചെയ്തിട്ടുള്ളത്. ഉസ്വത്തുൻ ഹസന, നല്ല മാതൃക. ഉസ്വ എന്ന വാക്കിൻ്റെ അർത്ഥം മാതൃക, ഉദാഹരണം, റോൾ മോഡൽ, എക്സാമ്പിൾ എന്നൊക്കെയാണ്. ഹസന എന്ന വാക്കിൻ്റെ അർത്ഥം നല്ലത്. അപ്പോൾ ഉസ്വത്തുൻ ഹസന എന്ന് പറഞ്ഞാൽ എ ഗുഡ് റോൾ മോഡൽ, നല്ല മാതൃക. സൂറത്തുൽ അഹ്സാബിൽ 21-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിറ വദക്കറല്ലാഹ കസീറ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അല്ലാഹുവിൻ്റെ റസൂലിൽ നല്ല മാതൃകയുണ്ട്. ബഹുമാനപ്പെട്ട ഇബ്നു കസീർ റഹിമഹുല്ല ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, ഹാദിഹിൽ ആയത്തുൽ കരീമ അസ്ലുൻ കബീറുൻ ഫി തഅസി ബിറസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി അഖ്വാലിഹി വ അഫ്ആലിഹി വ അഹ്വാലിഹി. നബിയെ പൂർണ്ണമായി അനുധാവനം ചെയ്യേണ്ട വിഷയത്തിൽ ഈ ആയത്ത് വലിയ അടിസ്ഥാനമാകുന്നു എന്ന് ചുരുക്കം. പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിയോഗം തന്നെ മാനവ സംസ്കൃതിയുടെ സംസ്ഥാപനമാണ്. ഉത്തമ മൂല്യങ്ങൾ സ്ഥാപിച്ചെടുക്കുക എന്നതായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബിഇസത്തിന്റെ, നിയോഗത്തിന്റെ കാരണം തന്നെ. സൂറത്ത് ജുമഅയിൽ 2-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു, ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മിയ്യീന റസൂലൻ മിൻഹും യത്ലൂ അലൈഹിം ആയാതിഹി വയുസക്കിഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. മാനവരാശിക്ക് വേദഗ്രന്ഥം പഠിപ്പിക്കുകയും അവരെ തസ്കിയത്ത് ചെയ്ത് അവരെ സംസ്കരണം നടത്തുക എന്നതാണ് അവിടുത്തെ ബിഇസത്തിന്റെ, അവിടുത്തെ നിയോഗത്തിന്റെ ലക്ഷ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വയം പരിചയപ്പെടുത്തുന്നുണ്ട്, ഇന്നമാ ബുഇസ്തു ലിഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്. ഇന്നമാ ബുഇസ്തു, തീർച്ചയായിട്ടും ഞാൻ നിയോഗിക്കപ്പെട്ടത്, ലിഉതമ്മിമ, പൂർത്തീകരണത്തിന് വേണ്ടിയാണ്, മകാരിമൽ അഖ്ലാഖ്, നല്ല സ്വഭാവങ്ങൾ. പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ഖലമിൽ 4-ാമത്തെ ആയത്ത് അതിനെ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു. വഇന്നക ലഅലാ ഖുലുഖിൻ അളീം.
അള്ളാഹു പറയുന്നു, നബിയെ അങ്ങ് നല്ല സ്വഭാവ വൈശിഷ്ട്യത്തിൻ്റെ മാതൃകയാണ്, നല്ല സ്വഭാവത്തിൻ്റെ ഉടമയാകുന്നു എന്ന് അള്ളാഹു തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. ഒരു ദിവസം മഹദി ആയിഷ റളിയല്ലാഹു അൻഹയോട് ഒരാൾ വന്ന് ചോദിക്കുന്നുണ്ട്, എനിക്ക് മുത്തുനബിയുടെ സ്വഭാവത്തെക്കുറിച്ചൊന്ന് പറഞ്ഞു തരുമോ? അന്നേരം പ്രിയപത്നി ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ തൻ്റെ പ്രിയതമയെക്കുറിച്ച് പറയുന്നത്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് പറയുന്നത്, കാന ഖുലുഖുഹു അൽ ഖുർആൻ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഞ്ചരിക്കുന്ന ഒരു ഖുർആനായിരുന്നു, അഥവാ അവിടുത്തെ സ്വഭാവം ഖുർആനിൻ്റെ നേരെ പകർപ്പായിരുന്നു എന്ന്. സഫിയ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, മാ റഅയ്തു അഹദൻ അഹ്സന ഖുലുഖൻ മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കാൾ ഉത്തമ സ്വഭാവത്തിനുടമയായിട്ടുള്ള ഒരാളെയും ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്ന്. 10 വർഷത്തിലധികം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സേവനം അനുഷ്ഠിച്ചിട്ടുള്ള അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇത്രയും കാലം ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സേവനം ചെയ്തതിന് ശേഷം ഒരു തവണ പോലും എന്നോട് ഇക്കാലയളവിൽ എന്തുകൊണ്ടത് ചെയ്തു, എന്തുകൊണ്ടത് ചെയ്തില്ല എന്ന് പരുക്കത്തോടെ സംസാരിച്ചിട്ടില്ല. ശത്രുക്കൾ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവത്തെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു മുമ്പ് മുശ്രിക്കായിരിക്കുന്ന സമയത്ത് ശത്രുപാളയത്തിൽ എത്യോപ്യയിലെ ഹിർക്കലിന്റെ രാജകൊട്ടാരത്തിൽ വെച്ച് പറയുന്ന വാക്ക്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് അവർ സത്യസന്ധരാണ്, കള്ളം പറയുന്ന വ്യക്തിയല്ല എന്നാണ്. ചുരുക്കത്തിൽ അഷ്റഫുൽ ഖൽഖായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാനവരാശിക്ക് മുഴുവനും മാതൃകയാണ്, ഉസ്വത്തുൻ ഹസന. അത് നാനാതലത്തിലുള്ള ആളുകളോടുള്ള നബി പെരുമാറ്റം, ഫ്രം ഡിഫറെന്റ് വാക്ക് ഓഫ് ലൈഫ് എന്ന് പറയും, നാനാതലത്തിലും എല്ലാ മേഖലയിലുള്ള ആളുകളോടുമുള്ള നബിയുടെ പെരുമാറ്റം നമ്മൾ പഠിക്കണം. എന്തുകൊണ്ടാകുന്നു നമ്മൾ പ്രവാചകനെ മാതൃകയായി സ്വീകരിക്കേണ്ടത്? വൈ? ഒന്നാമത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അൽ ഇൻസാനുൽ കാമിൽ, എല്ലാ നല്ല സ്വഭാവങ്ങളുടെയും സമ്മേളനമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഒരു പരിപൂർണ മനുഷ്യൻ, ദ പെർഫെക്റ്റ് മാൻ എന്ന് പറയപ്പെടാൻ ഒരാൾക്ക് സാധിക്കുമെങ്കിൽ അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് മാത്രമാണ്. അൽ ഇൻസാനുൽ കാമിൽ. രണ്ടാമത്, അംറുല്ലാഹ്, അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് മുത്തുനബിയെ നമ്മൾ അനുധാവനം ചെയ്യണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മൾ മാതൃകയായി സ്വീകരിക്കണമെന്നത് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. സൂറത്തുൽ അഹ്സാബിലെ 21-ാമത്തെ ആയത്ത് നമ്മൾ ഓതി. മറ്റൊരായത്തിൽ സൂറത്തുൻ നിസാൽ 59-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു അതീഉല്ലാഹ വ അതീഉർ റസൂൽ, നിങ്ങൾ അള്ളാഹുവിനെയും അവിടുത്തെ തിരുദൂതരെയും നിങ്ങൾ അനുസരിക്കണം. മൂന്നാമത്, ഇന്നഹു മഅസൂമിൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പാപ സുരക്ഷിതരാണ്. ഒരു തെറ്റും ഒരു തിന്മയും അവിടുത്തെ പക്കലിൽ നിന്ന് സംഭവിക്കുകയില്ല. നാലാമത്, ഇത്തിബാഉ സുന്ന, നമ്മൾ സുന്നത്തിനെ ഇത്തിബാ ചെയ്യേണ്ടവരാണ്. ആ അർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സുന്നത്തിനെ ഇത്തിബാ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ഗുണങ്ങൾ പറയുന്നുണ്ട്. മൻ തമസ്സക ബിസുന്നത്തി ഇൻദ ഫസാദി ഉമ്മത്തി ഫലഹു അജ്റു മിയത ഷഹീദ്. സമൂഹം ഫസാദിലാകുന്ന സമയത്ത് എൻ്റെ സുന്നത്തിനെ മുറുകെ പിടിച്ചവർക്ക് 100 ഷഹീദിന്റെ കൂലിയാണെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് പ്രവാചക മാതൃകയെ നമ്മൾ പിൻപറ്റണം എന്ന് പറയുന്നിടത്ത് 4 കാര്യങ്ങൾ നമ്മൾ സൂചിപ്പിച്ചു. ഒന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അൽ ഇൻസാനുൽ കാമിൽ, പരിപൂർണനായിട്ടുള്ള മനുഷ്യരാകുന്നു, അക്മലുൽ ഖൽഖാണ്, അഷ്റഫുൽ ഖൽഖാണ്. 2, അംറുള്ള, അള്ളാഹുവിൻ്റെ ആഹ്വാനമാണ്, കൽപ്പനയാണ് മുത്തുനബി അനുസരിക്കണമെന്നത്. മൂന്നാമത്തത്, ഇന്നഹു മഅസൂമിൻ,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പാപസുരക്ഷിതരാണ്. നാലാമത്തത് ഇത്തിബാഉ സുന്ന എന്നർത്ഥത്തിൽ മുത്തുനബിയുടെ സുന്നത്തിനെ നമ്മൾ പിൻപറ്റുക എന്നത് ഒരു മുഅ്മിനിൻ്റെ വിജയത്തിലേക്കുള്ള പ്രധാന മാർഗമാകുന്നു. പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ വ്യക്തിത്വവും വിശേഷ ഗുണങ്ങളും മതജാതി ഭേദമന്യേ പലരെയും ആകർഷിച്ചിട്ടുണ്ട്. യുദ്ധത്തിലും സമാധാനത്തിലും അവിടുത്തെ മാതൃകകളുണ്ട്. രാഷ്ട്രതന്ത്രങ്ങളിലും കുടുംബ ബന്ധങ്ങളിലും മുത്തുനബിയിൽ മാതൃകയുണ്ട്. രാഷ്ട്രീയത്തിലും ആത്മീയതയിലും കാത്തുസൂക്ഷിച്ച വിശുദ്ധമായ രീതിശാസ്ത്രങ്ങൾ, അനുയായികളോട് തമാശ പറഞ്ഞും കൊച്ചു കുട്ടികളോടൊപ്പം കളികളിലേർപ്പെട്ടുമെല്ലാം ചെലവഴിച്ച സുന്ദര നിമിഷങ്ങൾ, അങ്ങനെ പലർക്കും പല രീതിയിലാണ് ആ ജീവിതത്തെ ആകർഷണ രംഗങ്ങളായിട്ട് തോന്നിയിട്ടുള്ളത്. ലോകാവസാനം വരെ വരുന്നവർക്കെല്ലാം മാതൃക എന്നോണമായിരുന്നല്ലോ ആ നിയോഗം തന്നെ. മനുഷ്യവംശത്തിലെ വൈവിധ്യങ്ങൾക്കെല്ലാം ഒരേ സമയം മാതൃക കാണാനാവുമ്പോൾ മാത്രമാണ് ആ ജീവിതം സാർവലൗകികവും സാർവകാലികവുമായ മാതൃകയായി തീരുന്നത്. അഥവാ ഒരു പൂർണ്ണ മനുഷ്യന് മാത്രമേ അത് സാധിക്കൂ എന്നർത്ഥം. അതായിരുന്നു യഥാർത്ഥത്തിൽ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അതുകൊണ്ടാണ് പലരും പല വിധത്തിൽ പ്രവാചകരെ പ്രകീർത്തിച്ചത്. ജർമ്മൻ ഫിലോസഫറായിട്ടുള്ള ഗോയ്ത്തെ നബിയെ വർണ്ണിച്ച് മനോഹരമായ കവിത എഴുതുന്നത് പ്രവാചകരുടെ യാത്രകളിലെ മാസ്മരികമായ ആകർഷണത്തെക്കുറിച്ചാണ്. അവ നബിയുടെ അത്യുന്നതമായ സ്വഭാവത്തിൻ്റെയും നബി മുന്നോട്ട് വച്ച ആദർശത്തിൻ്റെയും പ്രകടനമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തെ ആകർഷിച്ചിട്ടുള്ളത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയ യാത്രകളാണ്. ആൻമേരി ഷിമ്മൽ വല്ലാതെ മതിവരാതെ സംസാരിക്കുന്നത് നബിയുടെ ജീവിത പ്രസരണത്തെക്കുറിച്ച് തന്നെയാണ്. ഇങ്ങനെ പലരും നബിയിൽ കണ്ടത് നബിയുടെ വ്യത്യസ്ത മുഖങ്ങളായിരുന്നു എന്നർത്ഥം. നന്മയുടെയും മഹത്വത്തിൻ്റെയും സവിശേഷമായ ഗുണങ്ങൾ എന്തെല്ലാം ഉണ്ടോ അവയെല്ലാം ഒരേ സമയം ഒത്തുചേർന്നിരുന്നു എന്നതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. മനുഷ്യവംശം കണ്ടതും ഇനി കാണാനിരിക്കുന്നതുമായ സകല സുകുമാര ഗുണങ്ങൾ ഒത്തുചേർന്ന സമ്പൂർണ്ണ മനുഷ്യനാകുന്നു ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അതുകൊണ്ടാണ് നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ആ വ്യക്തിത്വത്തിൻ്റെ സ്വാധീനം ശക്തമായി ഇന്നും ബാക്കിയാവുന്നത്. പല പ്രമുഖരും പ്രവാചകരെ മനുഷ്യകുലത്തിൻ്റെ നേതാക്കളിൽ ഒന്നാം സ്ഥാനത്ത് കൊണ്ടുപോയി നിർത്തിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നാനാ മേഖലയിലും കാണിച്ചിട്ടുള്ള ആ സ്വഭാവ വൈശിഷ്ട്യത്തിൻ്റെ ഉദാഹരണമാണ്. എന്നാൽ പല മേഖലയിൽ നിന്നും മുത്തുനബിയുടെ സ്വഭാവ അവിടുത്തെ ജീവിത ചരിത്രത്തെ മോശമായി ചിത്രീകരിക്കാൻ പരിശ്രമങ്ങൾ നടത്തിയവരുണ്ട്. എന്നാൽ അത്തരം ഹീനശ്രമങ്ങളെയെല്ലാം മറികടന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വാധീനം പരന്നൊഴുകുകയാണ്. യക്കീൻ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഹൗ ദ പ്രൊഫറ്റ് മുഹമ്മദ് റോസ് എബോവ് എനിമിറ്റി ആൻഡ് ഇൻസൾട്ട് എന്നൊരു റിസർച്ച് ഉണ്ട്. അതിൽ എങ്ങനെയാണ് നബി തങ്ങൾ വിദ്വേഷങ്ങൾക്കും അധിക്ഷേപത്തിനും ഉപരിയായി ഉയർന്നത് എന്ന് സൂചിപ്പിക്കുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സവിശേഷമായ 70 വ്യത്യസ്ത സ്വഭാവ ഗുണങ്ങളെ ആ റിസർച്ചിൽ ക്രോഡീകരിച്ചിട്ടുണ്ട്. ഇതുവരെ നമ്മൾ നടത്തിയ സംസാരത്തിന്റെ രത്ന ചുരുക്കം അഷ്റഫുൽ വറ സയ്യിദുന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവം അനുകരണീയവും സാർവകാലികവും സാർവലൗകികവുമാണ്.
ഏത് കാലത്തും ജീവിതത്തിൻ്റെ ഏത് മേഖലയിലും നമുക്ക് അനുകരിക്കാൻ ഉതകുന്ന രീതിയിലുള്ള പ്രശംസനീയമായ സവിശേഷ സ്വഭാവ ഗുണങ്ങളാകുന്നു എന്ന് ചുരുക്കം. വഹിയുമായി സയ്യിദുന ജിബ്രീൽ അലൈഹിസ്സലാം ആദ്യം ഹിറാ ഗുഹയിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപിച്ച ദിവസത്തിൽ വീട്ടിലേക്ക് സമ്മിലൂനി എന്ന് പറഞ്ഞ് കയറി ചെല്ലുന്നുണ്ട്. ആ സമയത്ത് പ്രിയ പത്നി ഖദീജ റളിയല്ലാഹു അൻഹ മുത്തുനബി തങ്ങളെ ആശ്വസിപ്പിക്കുന്ന വാക്കുകൾ ചിന്തനീയമാണ്. കല്ലാ അബ്ശിർ ഫവല്ലാഹി ലാ യുഖ്സികല്ലാഹു അബദ ഇന്നക ലതസിലുർ റഹീം വതസ്ദുഖുൽ ഹദീസ് വതഹ്മിലുൽ കല്ല വതഖ്രിൽ ളൈഫ വതുഈനു അലാ നവാഇബിൽ ഹഖ്. നബിയെ, താങ്കൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട, സന്തോഷിച്ചുകൊള്ളുവിൻ. ഫവല്ലാഹി ലാ യുഖ്സികല്ലാഹു അബദ, ഒരിക്കലും അള്ളാഹു താങ്കളെ നിസ്സാരമാക്കി കളയുകയില്ല. എന്നിട്ട് ഖദീജ റളിയല്ലാഹു അൻഹ അവിടുന്ന് പറയുന്ന സ്വഭാവ ഗുണങ്ങൾ നോക്കൂ. ഇന്നക ലതസിലുർ റഹീം, നബിയെ, അങ്ങ് കുടുംബബന്ധം ചേർക്കുന്നവരാണ്. ആദ്യമായി സൂചിപ്പിച്ചത് ഇന്നക ലതസിലുർ റഹീം, നബിയെ, താങ്കൾ കുടുംബബന്ധം ചേർക്കുന്നവരാണ്. നമ്മുടെ തുടർന്നുള്ള ദിവസങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്യുന്നതും കുടുംബജീവിതം നബി മാതൃകകളാണ്. ഒരു ഭാര്യ ഒരു ഭർത്താവിന് നൽകുന്ന സർട്ടിഫിക്കറ്റാണ് ലോകത്ത് ലഭിക്കാവുന്നതിൽ ഏറ്റവും നല്ല സാക്ഷ്യപത്രം. ഇന്നക ലതസിലുർ റഹീം, താങ്കൾ കുടുംബബന്ധം ചേർക്കുന്നവരാണ്. വതസ്ദുഖുൽ ഹദീസ്, സത്യം മാത്രം പറയുന്നവരാണ്. ഇതരരുടെ പ്രയാസങ്ങളെ സ്വയം ഏറ്റെടുത്ത് അവർക്ക് ആശ്വാസം പകരുന്നവരാണ്. അതിഥികളെ യഥോചിതം സ്വീകരിക്കുന്നവരാണ്. സത്യത്തിൻ്റെ മാർഗത്തിൽ ആർക്ക് പ്രയാസം നേരിട്ടാലും അവരെയെല്ലാം സഹായിക്കുന്നവരാണ്. ആയതിനാൽ ഫവല്ലാഹി ലാ യുഖ്സികല്ലാഹു അബദ, ഒരിക്കലും അള്ളാഹു താങ്കളെ നിസ്സാരമാക്കി കളയുകയില്ല. നോക്കൂ, ഇന്നക ലതസിലുർ റഹീം, നബിയെ, അങ്ങ് 15 വർഷം ഭാര്യ ഭർത്തൃ ജീവിതത്തിലൂടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അടുത്തറിഞ്ഞവരാണ് സയ്യിദത്തുന ഖദീജ റളിയല്ലാഹു അൻഹ. അവിടെ നൽകുന്ന സർട്ടിഫിക്കറ്റാണ് ഇന്നക ലതസിലുർ റഹീം, താങ്കൾ കുടുംബബന്ധം ചേർക്കുന്നവരാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ തുടർന്നുള്ള ദിവസങ്ങളിൽ നമുക്ക് കുടുംബജീവിതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എങ്ങനെ അനുകരിക്കാം എന്നതാണ് ചർച്ച ചെയ്യുന്നത്. കൂടുതൽ പഠിക്കാനും കൂടുതൽ മനസ്സിലാക്കാനും മുത്തുനബിയോട് അടുക്കാനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.